2023 ബെസ്റ്റ് കൊറിയൻ സീരീസായ മൂവിംഗ് വന്നത് 2023 പകുതി കഴിഞ്ഞിട്ടാണെങ്കിൽ 2024 ബെസ്റ്റ് കൊറിയൻ സീരീസ് വന്നത് 2024 തുടക്കത്തിലാണ്. സീരീസിനെ പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു അഡാർ ഐറ്റം. ഈ സീരീസ് നിങ്ങൾ കാണാനിരുന്നാൽ കണ്ടു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഈ സീരീസിൽ അകപ്പെട്ടു പോകും. കൊറിയൻ ലാംഗ്വേജിൽ ഒരുപാട് പൈങ്കിളി സീരീസുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള നല്ല ക്വാളിറ്റി ഐറ്റങ്ങളൊക്കെ വല്ലപ്പോഴുമേ വരാറുള്ളൂ. അങ്ങനെയുള്ള നല്ല അഡാർ ക്വാളിറ്റി സാധനമാണ് ഈ സീരീസ്. നല്ല അടിപൊളി കഥ, അതിന് പറ്റിയ മേക്കിംഗ്, അതിന് പറ്റിയ നല്ല അഡാർ BGM, മൊത്തത്തിൽ നല്ല അഡാർ സംവിധാനം. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് 2024 ജനുവരിയിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസായ എ ഷോപ്പ് ഫോർ ഹില്ലേഴ്സ് എന്ന കൊറിയൻ സീരീസിനെ കുറിച്ചാണ്. ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ആളാണ് നമ്മുടെ നായിക ജിയ. അങ്ങനെയുള്ള അവളെ അവളുടെ അങ്കിൾ എടുത്തു വളർത്തുന്നു. അതാണ് നമ്മുടെ നായകൻ. ചെറുപ്പം മുതലേ തന്നെ അവളെ അവളുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിപ്പിച്ചാണ് ജിൻമാൻ വളർത്തിയത്. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ നായികയ്ക്ക് 17 വയസ്സായി. ഒരു ദിവസം സ്കൂളിലിരുന്നപ്പോൾ അവൾ കേൾക്കുന്നത് അവളുടെ അങ്കിളുടെ മരണവാർത്തയാണ്. അന്വേഷിച്ചപ്പോൾ പോലീസ് അതൊരു ആത്മഹത്യയാണെന്ന് പറയുന്നു. എന്നാൽ യാദർശികമായി അവൾ അവളുടെ അങ്കിളുടെ കയ്യിലെ ഒരു ടാറ്റു കാണാനിടയാവുന്നു. അതെന്താണ് ആ ടാറ്റു എന്ന് അന്വേഷിച്ചിറങ്ങിയ അവളുടെ മുന്നിൽ തെളിയുന്നത് അവളുടെ അങ്കിളിനെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളായിരുന്നു. അതേസമയം തന്നെ അവളെ കൊല്ലാനായി ചിലർ അവളുടെ വീടിന് ചുറ്റും വളയുന്നു. ആരാണ് തന്റെ അങ്കിൾ? എന്തിനാണ് എല്ലാവരും തന്നെ കൊല്ലാൻ നോക്കുന്നത്? എന്താണ് ആ ടാറ്റുവിന്റെ അർത്ഥം? ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഈ സീരീസ്. നോൺ ലീനിയർ രീതിയിലാണ് ഈ സീരീസിന്റെ കഥ പറഞ്ഞു പോകുന്നത്. നായകന്റെയും നായികയുടെയും വില്ലന്റെയും അങ്ങനെ പലരുടെയും പാസ്റ്റും പ്രസന്റും എല്ലാം കൂടി മിക്സായാണ് ഈ സീരീസിന്റെ കഥ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരീസ് കാണുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു വ്യക്തത കിട്ടും. ഇനിയും ഈ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഹൈലി ഇൻഫ്ലേമബിൾ.